Queue is a data structure that follows first in, first out principle. Main operations on queue are insertion and deletion. In this video, we explain about insertion operation on queue. Insertion is the process of adding a new item into a queue at the rear end. For a queue, there are two ends, front and rear. So insertion is always happening at the rear end. So queue actually real world നമ്മൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു എലമെൻ്റ് അല്ലെങ്കിൽ പുതിയൊരു ആരെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യൂവിൻ്റെ ബാക്കിലേക്കാണ്. ക്യൂവിൻ്റെ ബാക്ക് എൻഡിനെയാണ് നമ്മൾ റിയർ എൻഡ് എന്ന് പറയുന്നത്. സോ ഇൻസേർഷൻ നടക്കുന്നത്, ഇൻസേർഷൻ മീൻസ് ആഡിങ് എ ന്യൂ ഐറ്റം ഇൻ ടു എ ക്യൂ. സോ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ക്യൂവിൻ്റെ റിയർ എൻഡിലാണ്. So we know there are two variables in a queue, front and rear. So front always stores the starting location of the data and the rear end indicates the contain the last location's position. So before inserting, the value of rear is incremented first to point to the next location. Then the element is inserted at that position. That is the procedure for insertion. First the rear is incremented, indicates the next location. Into that location, the element we want to be added is inserted. Steps for insertion operation. There are 3 steps for insertion operation. Step 1. Accept the value in a variable for inserting into the queue. നമുക്ക് ആഡ് ചെയ്യേണ്ട പുതിയ എലമെൻറ്റിന് ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണം. സ്റ്റെപ്പ് 2. ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് റിയർ ബൈ 1. റിയറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രാവശ്യം. സ്റ്റെപ്പ് 3. സ്റ്റോർ ദ വാല്യൂ അറ്റ് ദാറ്റ് റിയർ പൊസിഷൻ. ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത വേരിയബിളിൻ്റെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വാല്യൂ നമ്മൾ ക്യൂവിൽ ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ട പുതിയ എലമെൻറ്റിനെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. സ്റ്റെപ്പ് 2, റിയറിൻ്റെ വാല്യൂ ഒരു പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്യുക. കാരണം റിയർ ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യൂവിൻ്റെ എൻഡിനെയാണ്. അത് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യിക്കണം. എന്നിട്ട് ആ ലൊക്കേഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂവിനെ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. ഈ 3 സ്റ്റെപ്പാണ് ഇൻസേർഷൻ ഓപ്പറേഷൻ വേണ്ടത്. നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ ദിസ് ക്യൂ. ഈ ക്യൂവിൻ്റെ ഈ ഡാറ്റ സ്ട്രക്ചറിൻ്റെ പേരാണ് ക്യൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ക്യൂ ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഫിസിക്കലി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് അറേ. സോ ദർ ആർ 10 ലൊക്കേഷൻ സ്റ്റാർട്ടിങ് ഫ്രം 0 to 9. സോ നമുക്കിവിടെ അറിയാം ഈ ക്യൂ ഇപ്പോൾ എം ടി ആണ്. ക്യൂവിൽ ഡാറ്റ ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. സോ ക്യൂ എം ടി മീൻസ് ഇവിടെ ഫ്രണ്ടും റിയറും ഇൻഡിക്കേറ്റ് ചെയ്യണത്. കാരണം ഇതിലിപ്പോൾ ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് ഫ്രണ്ടും ഇല്ല റിയറും ഇല്ല. So once the queue is empty indicates front equal to -1 and rear equal to -1. കാരണം ഇതിൽ ഡാറ്റ ഒന്നും ഇല്ല. അപ്പോൾ 0ന് തൊട്ട് മുന്നേ -1 ആണ് അല്ലേ. അപ്പോൾ ഫ്രണ്ടും റിയറും -1 ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ക്യൂ എം ടി ആണ് എന്നാണ്. സോ ക്യൂ ഈസ് എം ടി വെൻ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. -1 മീൻസ് ദർ ഇസ് നത്തിങ് ഇൻ ദ ക്യൂ. സോ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഒരു ക്യൂ എം ടി ആണോ? എം ടി ആണെങ്കിലുള്ള കണ്ടീഷനാണ് ഫ്രണ്ട് ആൻഡ് റിയർ both equal to -1. -1 indicate Q is empty. So നമ്മൾ ഫസ്റ്റ് ഒരു ഐറ്റം ഇൻസേർട്ട് ചെയ്യണം. സോ നമ്മളൊരു ആദ്യം 3 സ്റ്റെപ്പാണ് പറഞ്ഞത്. സോ നമുക്ക് വേണ്ട ആഡ് ചെയ്യേണ്ട ഐറ്റത്തെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിൻ്റെ ആ ഐറ്റം 25 നമുക്ക് ആഡ് ചെയ്യേണ്ടത് 25 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇപ്പോൾ ഫ്രണ്ടും റിയറും അല്ലേ, ഫ്രണ്ട് റിയർ നേരത്തെ -1 ആയിരുന്നു. നമ്മൾ പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. റിയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിയർ -1 ആയിരുന്നു. -1 + 1 ഇൻഡിക്കേറ്റ്സ് 0. അപ്പോൾ റിയറിൻ്റെ വാല്യൂ എന്തായി? 0 അല്ലേ. ആ ലൊക്കേഷനിലേക്ക് നമ്മൾ പുതിയൊരു വാല്യൂ ആഡ് ചെയ്യുകയാണ് 25. ദാറ്റ് മീൻസ് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്തായി? 0. പുതിയൊരു വാല്യൂ ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിൻ്റെ വാല്യൂ എന്തായി? 0 അല്ലേ. ഫ്രണ്ട് ഓൾവേസ് ഇൻഡിക്കേറ്റ്സ് ദ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് ആദ്യത്തെ ഡാറ്റയുടെ ലൊക്കേഷനാണ്. സോ ഇവിടെ 25 ആഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രണ്ടിൻ്റെ വാല്യൂയും റിയറിൻ്റെ വാല്യൂയും എന്തായി? 0.
അപ്പോൾ ക്യൂവിലേക്ക് ആദ്യം ഫസ്റ്റ് ഒരു ഐറ്റം ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0. സോ സെക്കൻഡ് ഐറ്റം നമുക്ക് രണ്ടാമതൊരു ഐറ്റം ഇൻസേർട്ട് ചെയ്യണം. എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 16 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വിചാരിക്കും. അത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ഏതാണ്? റിയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. റിയർ തൊട്ട് പിന്നെ 0 ആയിരുന്നു അല്ലേ? അത് 0 + 1 എന്തായി? 1 ആയി. അപ്പോൾ റിയറിൻ്റെ വാല്യൂ 1 ആയി. അവിടേക്ക് ആരെ നമ്മൾ സ്റ്റോർ ചെയ്തു? 16 നമ്മൾ സ്റ്റോർ ചെയ്തു. ഫ്രണ്ട് മാറോ? ഇല്ല, കാരണം ഫ്രണ്ട് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്തത് ഫസ്റ്റ് ഡാറ്റയുടെ ലൊക്കേഷനാണ്. ഫ്രണ്ടിൽ എപ്പോഴും എന്താ ഇവിടെ ഉണ്ടാകുന്നത്? 0 ആണ്. ഇനി നമ്മൾ ഓരോ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ? റിയർ എൻഡ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഫോർ ഇൻസേർട്ടിങ് എനി അതർ ഐറ്റംസ്, ഇനി എത്ര ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഫ്രണ്ടിൻ്റെ വാല്യൂ 0 തന്നെയായിരിക്കും. റിയർ മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ക്യൂവിൻ്റെ ബാക്കിലേക്കാണ് നമ്മൾ പുതിയ ഡാറ്റ ആഡ് ചെയ്യുന്നത്. അപ്പോൾ റിയർ മാത്രം എന്തായി? റിയർ +1. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ഐറ്റം ഇൻസേർട്ട് ചെയ്യണം. സ്വാഭാവികമായിട്ടും ആ തേർഡ് ഐറ്റം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരണം. റിയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. റിയർ ഇപ്പോൾ 1 ആണ്, അത് 2 ആവണം അല്ലേ? അപ്പോൾ പുതിയൊരു തേർഡ് ഐറ്റം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റം 38 ആണെന്ന് വിചാരിക്കൂ. സ്വാഭാവികമായിട്ട് റിയർ ഇൻക്രീസ് ചെയ്തു. നേരത്തെ 1 ആയിരുന്നു, 2 ആയി. ആ 2 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്തു, 38 സ്റ്റോർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻസേർഷൻ നടക്കുന്നത്. സോ ആദ്യം ഫസ്റ്റ് 1 empty ക്യൂ ആവുന്ന സമയത്ത് ഫ്രണ്ട് റിയർ -1 ആണ്. പിന്നെ ഓരോ പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് റിയർ മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഫ്രണ്ട് ഓൾവേസ് ഇൻഡിക്കേറ്റ് ദ ഫസ്റ്റ് ലൊക്കേഷൻസ് അഡ്രസ്. ലൊക്കേഷനാണ് ക്യൂ ഉണ്ടാവുക, ഫ്രണ്ടിലുണ്ടാവുക 0, അത് മാറില്ല. റിയർ ആണ് നമ്മൾ. അപ്പോൾ എവിടെയാണ് ക്യൂവിൻ്റെ എൻഡ് ഉള്ളത് അതിൻ്റെ ലൊക്കേഷനാണ് ഏതിലുണ്ടാവുക? റിയർ എൻഡിലുണ്ടാവുക അല്ലേ? ഇനി ഒരു ഫോർത്ത് ഐറ്റം ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. സ്വാഭാവികമായിട്ടും ഐറ്റം നമ്മൾ വേരിയബിളിലേക്ക് കൊണ്ടുവരിക, റിയർ ഇൻക്രീസ് ചെയ്യുക, 2 ഉള്ളത് 3 ആയി. ആ ലൊക്കേഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ പുതിയ ഡാറ്റ ആഡ് ചെയ്യാം. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് അണ്ടിൽ ദിസ് അറേ ഈസ് ഫുൾ. ക്യൂ ഫുള്ളാവുന്നവരെ മാത്രമേ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 10 ലൊക്കേഷനേ ഉള്ളൂ അല്ലേ? ഈ 10 ലൊക്കേഷൻ ഫുള്ളാവുന്നവരെ മാത്രമേ നമുക്ക് ഡാറ്റ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായിരുന്നു അറേയുടെ ഒരു ഡ്രോബാക്ക്. കാരണം അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഓട്ടോമാറ്റിക്കലി 10 ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ 10 ലൊക്കേഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റ ആഡ് ചെയ്യുള്ളൂ. പുതിയ 11th ഡാറ്റ ഇതിലേക്ക് ക്യൂവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അങ്ങനെ ആഡ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ്? ദാറ്റ് ഇസ് എൻ അൺഫേവറബിൾ സിറ്റുവേഷൻ. ദാറ്റ് ഇസ് നോൺ ആസ് ക്യൂ ഓവർഫ്ലോ. So once the queue is full and if we attempt to insert an item, an impossible situation arises. It is known as queue overflow. So ഇവിടെ ഒരു ക്യൂ നോക്കൂ. ഈ ക്യൂവിൽ 5 ലൊക്കേഷനേ ഉള്ളൂ. 5 ലൊക്കേഷൻ, ഫസ്റ്റ് ലൊക്കേഷൻ 25, അങ്ങനെ നമ്മൾ 5 ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം ഫ്രണ്ടിൽ എന്താ ഉള്ളത്? ഫ്രണ്ടിൽ ഫസ്റ്റ് ലൊക്കേഷനിൽ 0 ആണ്. ഫ്രണ്ടിൽ റിയറിൽ 4 ആണ്. കാരണം ഫുൾ അറേയിൽ കംപ്ലീറ്റ് ക്യൂവിൽ ഡാറ്റയായി. ഇനിയൊരു ഡാറ്റയെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ റിയർ 5 ആണ്. ഇങ്ങനെ ഒരു 5 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അതൊരു അൺഫേവറബിൾ സിറ്റുവേഷനാണ്, അതൊരു ഇമ്പോസിബിൾ സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ആസ് ക്യൂ ഓവർഫ്ലോ. സോ നമുക്കിത് അൽഗോരിതത്തിലൂടെ സമ്മറൈസ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അൽഗോരിതം വഴി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇഫ് റിയർ ഈക്വൽ ടു -1, എന്താണ് റിയർ -1 ഇൻഡിക്കേറ്റ് ചെയ്യണത്? നമ്മൾ ഇൻസേർഷൻ്റെ അൽഗോരിതമാണ് അതല്ലേ? അപ്പോൾ ഇൻസേർഷൻ ഇപ്പോൾ നമ്മൾ പഠിച്ച ഓരോ സ്റ്റെപ്പും നമ്മൾ പറഞ്ഞെല്ലാം നമ്മളൊരു അൽഗോരിതത്തിലൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ റിയർ ഈക്വൽ ടു -1 മീൻസ് എന്താണ്? നമ്മളൊരു പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ റിയർ -1 ഇൻഡിക്കേറ്റ് ചെയ്യണത് ക്യൂ empty ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? റിയർ ഇൻക്രീസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0. ക്യൂ empty ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫ്രണ്ടും റിയറും 0യിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇപ്പോൾ ഹിയർ വാൽ ഇസ് എ വാല്യൂ. നമുക്ക് വാൽ എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് ആരിലേക്ക് കൊണ്ടുവന്നു? ക്യൂ ഓഫ് റിയർ. ഇപ്പോൾ ക്യൂ ഓഫ് റിയർ എന്ന് പറഞ്ഞാൽ റിയറിൻ്റെ വാല്യൂ എന്താണ്? 0. ക്യൂ ഓഫ് 0യിലേക്ക് നമ്മൾ ആ വാല്യൂ ഇൻസേർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത ഫിഗറാണിത്. empty ക്യൂവിൻ്റെ കേസിൽ റിയർ -1 ഇൻഡിക്കേറ്റ്സ് ക്യൂ ഈസ് empty. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടും റിയറും 0യിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ആ ലൊക്കേഷനിൽ ക്യൂ ഓഫ് റിയറിലേക്ക് ആരെ ഇൻപുട്ട് ചെയ്തു? വാൽ. ബിക്കോസ് ബോത്ത് ആർ സെയിം. ഫ്രണ്ടും റിയറും 0 മീൻസ് ആ ക്യൂവിൽ ആദ്യത്തെ ആൾ വരികയാണ്, ആദ്യത്തെ ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് വേറെ ഇൻസേർഷൻ ഒന്നും കൂടെ നടക്കണം. ചെക്ക് ചെയ്യണം റിയർ -1 ആണോ? അല്ല. കാരണം ഇപ്പോൾ ക്യൂവിൽ ഓൾറെഡി ഒരു ഡാറ്റ ഉണ്ട്, -1 അല്ല, റിയർ 0 ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഐറ്റം ആഡ് ചെയ്യണം.
അപ്പോൾ ഇതല്ല കണ്ടീഷൻ അല്ല, റിയർ -1 അല്ല. റിയറിൻ്റെ കേസിൽ ഇപ്പോൾ 0 ആണല്ലോ, 0 = -1 അല്ല, എറർ കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ എൽസിലേക്ക് പോയി. എഗെയിൻ ദിസ് ഇസ് എ കണ്ടീഷൻ. എൽസ് ഇഫ് റിയർ ലെസ് ദാൻ n. റിയർ ലെസ് ദാൻ n. n മീൻസ് ദ ടോട്ടൽ സൈസ് ഓഫ് ദ അറേ. ഇപ്പോൾ n ഹിയർ നമ്മൾ ഈ പറഞ്ഞ ഫിഗറിൽ n 10 ആണ് അല്ലേ. 0 ലെസ് ദാൻ 10 ട്രൂ ആണ്. 0 ലെസ് ദാൻ 10 ആയതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് പോകണു. റിയർ എന്തായി ഇൻക്രീസ് ചെയ്തു അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പിൽ റിയർ ഇൻക്രീസ് ചെയ്യണം. റിയർ = റിയർ +1. എന്നിട്ട് ആ ലൊക്കേഷൻ അപ്പോൾ 0 ആയിരുന്നു, 0 എന്നുള്ളത് റിയർ എന്തായി 1 ആയി. ആ Q(1) നമ്മൾ അത് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ സ്റ്റോർ ചെയ്തു. നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ ആ Q(1) എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഇൻസേർട്ട് ചെയ്തു, സെക്കൻഡ് ഐറ്റം ഇൻസേർട്ട് ചെയ്തു, 2 വാല്യൂ ഇൻസേർട്ട് ചെയ്തു. ഈ പ്രോസസ്സ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ക്യൂവിൽ 10 ഡാറ്റ നമ്മൾ ക്യൂ ഇപ്പോൾ ഫുള്ളായി വിചാരിക്കും. ക്യൂ കംപ്ലീറ്റ് 10 ക്യൂവിൽ ആ അറേയിൽ നമ്മൾ 10 ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്തു. 10 ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. നമ്മൾ 11th ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ റിയറിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ 11 ആയിരിക്കും. 11 = -1 ആണോ? കണ്ടീഷൻ ഫോൾസ്. എൽസ് ഇഫ് 11 ലെസ് ദാൻ 10. കണ്ടീഷൻ ട്രൂ ആണോ? അല്ല. 11 ലെസ് ദാൻ മാക്സിമം സൈസ് 10 ആണ്. 11 ലെസ് ദാൻ 10 അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആയി അല്ലേ. അപ്പോൾ എൽസ് എന്ത് പ്രിൻ്റ് ചെയ്തു? ക്യൂ ഓവർഫ്ലോ. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ള അൽഗോരിതം ആണിത്. ദിസ് അൽഗോരിതം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ.